നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആധാർ കാർഡുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മുടെ പെൻഷൻ പോർട്ടൽ, അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ്, ബാങ്ക് എന്നിവയുമെല്ലാം നമ്മൾ ബന്ധിപ്പിച്ച കാര്യമാണ് നമ്മുടെ ആധാർ കാർഡ്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള പുതിയ അറിയിപ്പ് നോക്കുന്നതിന് മുമ്പായി തന്നെ ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനലിൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആധാർ കാർഡ് എടുത്ത സമയത്ത് അതൊരു ആധികാരിക രേഖയില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പല ആളുകളും പല രേഖകൾ കൊടുത്തായിരുന്നു അന്ന് ആധാർ കാർഡ് എടുത്തത്. അതിനുശേഷം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും, നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗവൺമെൻറ്റിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും, നമ്മുടെ കറണ്ട്, വെള്ളം, മൊബൈൽ, അതുപോലെ തന്നെ ഗ്യാസ്, പെൻഷൻ മുതലായ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതോട് കൂടിയാണ് നമ്മുടെ ആധാർ കാർഡിൽ ഇത്രയധികം ആവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ ചെറിയ തെറ്റുകൾ പോലും നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. ഈ ഒരു മാസം 30-ാം തീയതിക്ക് മുമ്പായി തന്നെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാത്ത പക്ഷം പിന്നീട് തിരുത്തണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അതിൽ ആദ്യത്തേത് നമ്മുടെ ഫോൺ നമ്പറാണ്. ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ആധാർ നമ്പർ, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും ഒരുപാട് ആളുകൾ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നുള്ള ഏത് സേവനങ്ങൾക്കും ഇപ്പോൾ നമ്മൾക്ക് ആ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ കൊടുക്കാൻ സാധിക്കുകയില്ല. അവിടെ ആധാർ നമ്പർ കൊടുക്കുന്നതോട് കൂടി തന്നെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് OTP വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ഇതുവരെയും ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പ്രവാസികളായ ആളുകളെല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നമ്മുടെ കൈവശമുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. വർഷങ്ങൾക്ക് മുമ്പെടുത്ത ആധാർ കാർഡ്, പ്രത്യേകിച്ച് 35-40 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പെടുത്ത ആധാർ കാർഡിൽ പല ആളുകളും അന്നത്തെ ലാൻഡ് ഫോൺ നമ്പർ കൊടുത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ ഉപയോഗിച്ച മൊബൈൽ നമ്പർ കൊടുത്ത ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെയാണ് ഉറപ്പുവരുത്തുക. ഇനി അങ്ങോട്ട് പെൻഷൻ മസ്റ്ററിങ്, അതുപോലെ തന്നെ പല ഗ്യാസ് മസ്റ്ററിങ് എന്നിങ്ങനെയുള്ള മസ്റ്ററിങ് എല്ലാവരും നമ്മൾ എല്ലാ വർഷവും ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ മൊബൈൽ നമ്പറിലേക്ക് OTP വന്ന് ആ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെയായിരിക്കും മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടി വരിക. നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചായിരിക്കും ഇനി അങ്ങോട്ട് മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടി വരിക. സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യ വിധവാ പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ഗ്യാസ് ഉപയോഗിക്കുന്ന ആളുകൾ, അങ്ങനെ പല ആളുകൾക്കും ഈ ഒരു കാര്യം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കൈവശമുള്ള മൊബൈൽ നമ്പർ തന്നെയാണെന്ന് നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തുക. ആ ഫോൺ നമ്പർ നമ്മൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. പിന്നീട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ആധാർ കാർഡിലെ ചെറിയ കുട്ടികൾക്കെടുത്ത ആധാർ കാർഡാണ്. നമ്മൾ 5 വയസ്സിന് മുമ്പ് എടുത്ത കുട്ടികൾക്കെടുത്ത ആധാർ കാർഡാണെങ്കിൽ കുട്ടികൾക്ക് 6 വയസ്സാകുമ്പോൾ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ അവരുടെ ആധാർ കാർഡ് ഇൻആക്റ്റീവ് ആയിരിക്കും അവിടെ കാണിക്കുന്നത്. അത് ആക്റ്റീവ് ആക്കിയില്ലെങ്കിൽ പിന്നീട് ആധാർ കാർഡിലെ എല്ലാ ഉപയോഗവും നമുക്ക് നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ആധാർ കാർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ 15 വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് ഒട്ടുമിക്ക ആളുകൾക്കും ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ 5-6 വയസ്സിനെടുത്ത ആധാർ കാർഡായിരിക്കും. ആ കുട്ടികളുടെ ആധാർ കാർഡ് തന്നെയായിരിക്കും ഇപ്പോൾ 18 വയസ്സായിട്ട് വേറെ ഉപയോഗിക്കുന്നത്. അവരുടെ ആധാർ കാർഡും ഇങ്ങനെ ഇൻആക്റ്റീവ് ആയിരിക്കും. അത് നിർബന്ധമായിട്ടും ആക്റ്റീവ് ചെയ്യുക. അല്ലാത്ത പക്ഷം അവർക്ക് +1, +2 അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഡിഗ്രി അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. നമുക്കറിയാം, ഇനി അങ്ങോട്ട് അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കുള്ള സമയമാണ്. ഈ മാസം 15-ാം തീയതിയാണ് SSLC റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നാണ് അപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം പിന്നീട് +1, +2 അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഡിഗ്രി അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കൂടുതലുള്ള സമയമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഈ ഒരു 15 ദിവസം വരെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങൾ തീരെ തിരക്കുണ്ടാവില്ല. നമ്മുടെ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ പെട്ടെന്ന് അപ്രൂവൽ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്യാനും സാധിക്കും. ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ആധാർ കാർഡിൽ എല്ലാ കാര്യങ്ങളും തെറ്റുകൾ തിരുത്തി വെക്കുക. നമ്മുടെ പേരിൽ നിന്ന് തെറ്റുണ്ടെങ്കിൽ, അതുപോലെ തന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ID എന്നിങ്ങനെ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് തിരുത്തി വെക്കുക. ഒരാവശ്യം വരാതെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കും.
ഇത് നമ്മൾ 19 രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത്. ഈ രൂപ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കുകയും വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മാരേജ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മറുപടി നൽകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്കാണ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.